ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഫുഖറാ, മസാക്കീൻ ഇവരെ പ്രതിപാദിക്കുന്ന 10 ആയത്ത് യാഫി തങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ 10 ഹദീസും പറയാണ്ട് അത് ചുരുക്കിയിട്ട് വിഷയത്തിലേക്ക് ഒരു വരും. അതന്നെ ധാരാളം ഉണ്ടല്ലോ വിശദീകരിക്കുകയാണെങ്കിൽ. വിശദീകരണം നമ്മൾ ചുരുക്കുകയാണ്, കാരണം ടൈം വല്ലാതെ വഴുകുന്നുണ്ട്, കൂടി വരികയാണ്. അപ്പൊ കുറച്ചേ പോവുള്ളൂ, അല്ലാതെ വിശദീകരിക്കൊന്നുമില്ല. വിശദീകരണം ആവശ്യപ്പെട്ട ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പം നമുക്ക് വിശദീകരിക്കാം. 10 ഹദീസിൽ ഒന്നാമത്തെ ഹദീസ് അൽ ഹദീസുൽ അവ്വൽ, ഒന്നാം ഹദീസ് റുവീന ഫി സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കിട്ടി. ആരെത്തൊട്ട്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ തങ്ങളെ തൊട്ട്. ആല അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഇന്നല്ലാഹ തബാറക വ തആല ഖാല, നിശ്ചയമായിട്ടും അല്ലാഹു തആല പറഞ്ഞു. എന്താ പറഞ്ഞറിയാം? മൻ ആദാലി വലിയൻ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ, ഫഖദ് ആദൻതുഹു, ഞാൻ അവനത് അറിയിച്ചിരിക്കുന്നു, ബിൽ ഹർബി, യുദ്ധം കൊണ്ട്. അപ്പൊ ഞാൻ അവിടെ യുദ്ധത്തിലായിരിക്കുന്ന റസൂൽ പഠിപ്പിച്ചു. അള്ളാന്റെ ഔലിയാക്കളോട് ആരും കളിക്കാൻ മെനക്കണല്ല. മെനക്കെട്ടാൽ അള്ളയാണ് അവരെ സംരക്ഷിക്കുന്നത്, അള്ളാഹ് സഹായിക്കും. അള്ളാന്റെ ഔലിയാക്കളോട് കളിച്ചവരാരും ഇന്നവരെ ജയിച്ചിട്ടില്ല. അത് അള്ളാന്റെ പണിയാണ്. എന്നിട്ട് ആ ഔലിയാക്കളുടെ സ്വഭാവം പറയും നോക്കാം. വമാ തഖറബ ഇലയ്യ ഇലാ അബ്ദി, വമാ തഖറബ ഇലയ്യ, എന്റെ അടിമ എന്റെ അടിമ എന്നെക്കൊള്ള അടുത്തിട്ടില്ല. വിഷയിൽ ഒരു വസ്തു കൊണ്ടും എന്നെക്കൊള്ള എന്റെ അടിമ അടുത്തിട്ടില്ല. എങ്ങനത്തെ വസ്തു? അഹബ്ബുയിലയ്യ, ആ വസ്തു എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമായതായ ഒരു വസ്തു ഉണ്ട്. ആ ഒരു വസ്തു കൊണ്ട് എന്നിലേക്ക് എന്റെ അടിമ അടുത്ത് വന്നിട്ടില്ല. എന്തിനേക്കാൾ? മിമ്മഫ്തറളതു അലൈഹി, മിമ്മഫ്തറളതു അലൈഹി, ഞാൻ അവന്റെ മേൽ ഫറളാക്കിയൊരു കടമുണ്ട്. ആ ഫറളാക്കിയതിനേക്കാൾ ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പൊ ഞാൻ ഫറളാക്കിയത് എന്താണ്? അടിമയുടെ മേൽ, അത് അടിമ നിറവേറ്റുക. ആ നിറവേറ്റലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട്, അപ്പൊ കടബാധ ആദ്യം വീട്ടണം, ഫറള്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്റെ അടിമ ആയിക്കൊണ്ടേയിരിക്കും. എന്തായിക്കൊണ്ടിരിക്കും? യതഖറബു, അടുത്തുകൊണ്ടിരിക്കും. ഇലയ്യ, എന്നിലേക്ക്, ബിന്നവാഫിലി, സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊടുക്കും. ആ ഫറളുകളെല്ലാം വീട്ടി അതിന്റെ മുറ പോലെ ചെയ്തിട്ട് പിന്നെ സുന്നത്തുകൾ ധാരാളം എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ എടുത്തുകൊണ്ടായിരിക്കും എന്നെ കൊള്ളെ എന്റെ അടിമ എടുത്തുകൊണ്ടിരിക്കുക. ഇത് അള്ളാന്റെ ഔലിയാക്കളെ ഒരു രീതിയാണ്. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടം വെക്കുന്നത് വരെ അവൻ എടുത്തുകൊണ്ടിരിക്കും. അള്ളാഹ്ക്ക് അവരുടെ അടിമക്ക് ഇഷ്ടമുണ്ടാവും. അപ്പൊ ആ അടിമയോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടത്തിലായിരിക്കും. അള്ളാഹ് ഇഷ്ടം വെച്ചാലോ, ഫൈദ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ചെവി ഞാനാകും. ഇപ്പോഴും കേൾപ്പിക്കുന്ന അള്ള തന്നെയാണ്, അപ്പോഴും കേൾപ്പിക്കുന്ന അള്ളയാണ്. അപ്പൊ ഞാനാവുന്നതാണ് അത്ര അടുത്താവുന്ന അർത്ഥം. സഹായം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളാരും കാണുന്നത് പോലെ ആവില്ല. നമുക്ക് കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അള്ളാന്റെ വലിയ ഔലിയായി ജീവിച്ചാൽ, ഔലിയാക്കളായി വന്നാൽ അവർക്ക് നല്ല സഹായം പെട്ടെന്ന് കിട്ടും. ബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണ് ഞാനാകും. യദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാല് ഞാനാകും. വഇൻ സാലനി അഅതൈതുഹു, അവൻ വല്ലതും എന്നോട് ചോദിച്ചാൽ ആ അടിമക്ക് ഞാൻ കൊടുക്കും. വലഇൻ ഇസ്തആദനി, അവനോട് അഭയം തേടിയാൽ തൗഈദന്നഹു, ഞാൻ എന്താണെന്നറിയാമോ, അവൻ അഭയം നൽകും. റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇസ്തആദനി വസ്തആദ ബി ബിൻ നൂനി വൽ ബായി, നൂന് കൊടുത്തിട്ടും ബാ കൊടുത്തിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാൻ കഴിയും. ഇസ്തആദനി എന്നുള്ളടത്ത് അവിടെ വസ്തആദ ബി ഇങ്ങനെയുണ്ട്. എന്തായാലും എന്നോട് അഭയം തേടിക്കഴിഞ്ഞാൽ ഞാൻ അഭയം നൽകും.
അങ്ങനെ ആദൻതുഹു. പിന്നെ ഇവിടെ ആദൻതുഹു ബിൽ ഹർബ് എന്ന് ഹദീസിൽ പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അലംതുഹു, ഞാൻ അവന് അറിയിച്ചു കൊടുത്തു. ബി അന്നീ, നിശ്ചയമായിട്ടും ഞാൻ മുഹാരിബുല്ലഹു, ഞാൻ അവനോട് ശത്രുത പുലർത്തുന്നവനാണ്, ഞാൻ അവനോട് എതിർക്കുന്നവനാണ്, ഞാൻ അവനോട് യുദ്ധം ചെയ്യുന്നവനാണ്. അപ്പൊ അള്ളാന്റെ ഔലിയാക്കളോട് ആര് കളിച്ചാലും കളിച്ചവൻ വിജയിക്കില്ല. അള്ളാന്റെ ഔലിയാക്കളോട് ശത്രുത പുലർത്തിയാൽ അപകടമാണ്. ആദ്യം തന്നെ ഹദീസ് തുടങ്ങിയത് മൻ ആദാലി വലിയ നട തുടങ്ങിയത്. എന്നിട്ട് പറഞ്ഞ ആരാണ് ആ വലിയ? ഔലിയാക്കൾ പറളാകൾക്ക് നീട്ടും, ഒരു സുന്നത്തെടുക്കൂല, പറന്ന് കഴിച്ചു, ആ കടമയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സുന്നത്ത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. സുന്നത്തെടുത്തെടുത്തെടുത്തെടുത്ത് അള്ളാഹുത്താലാക്ക് ആ അടിമയുടെ വല്ലാത്ത ഇഷ്ടമായിരിക്കും. ഒരടിമ അള്ളാഹുത്താല ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ കേൾവി, കാഴ്ച, പിടുത്തം, നടത്തം അതിവേഗതയിൽ അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കും. മൈലുകളോളം എത്തേണ്ടത് മിനിറ്റുകൾ എത്തിക്കും. അങ്ങകലെ നിന്ന് കേൾക്കേണ്ടത് മൊബൈൽ കൂടെ നമ്മൾ കേൾക്കുന്നത് പോലെ അടുത്ത് കേൾക്കും. മൊബൈൽ എത്രയോ അകലുള്ള അങ്ങനെയൊക്കെ കേൾക്കുന്നില്ലേ? അപ്പൊ നമുക്ക് കേൾക്കാൻ യന്ത്രങ്ങൾ വേണം. ആ വലിയ യന്ത്രം നേരെ കാണും. കാണാൻ നമുക്ക് ടെലിവിഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ മൊബൈലിൽ നെറ്റി നോക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ കാണേണ്ടി വരും. അള്ളാന്റെ ഔലിയാക്കൾക്ക് അതൊന്നും വേണ്ട. പിന്നെ അത് മാത്രമല്ല, അള്ളാന്റെ ഔലിയാക്കൾ അള്ളാഹോട് ചോദിച്ചാൽ അള്ള ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞ് താമസമൊന്നുമില്ല, ഞാൻ കൊടുക്കും അള്ളാഹുത്താല. അഭയം തേടിയാൽ അതും ചെയ്യും അള്ളാഹുത്താല. അങ്ങനെ ഇതാണ് അള്ളാന്റെ ഔലിയാക്കൾ. അൻഷദന ബഅദു ശുയൂഖിന, അല്ലെങ്കിൽ അൻഷദന ബഅദു ശുയൂഖിന ബഅദിഹിം. നമുക്ക് പാട്ടുണ്ട്. എന്താണ്? നമ്മുടെ ചില ശൈഖന്മാര് തമ്മിൽ പാടിയതാ പാട്ടുണ്ട്. ആ പാട്ട് ഇതാ ഞാൻ പാടുള്ളൂ. മനിഅ്തസ്സ ബിൽ മൗല ഫദാക ജലീലു വമൻ റാമ ഇസ്സം മിൻ സിവാഹു ദലീലു. മനിഅ്തസ്സ ബിൽ മൗല, മൗലയെ കൊണ്ട് ആരെങ്കിലും യോഗ്യത നേടുകയാണെങ്കിൽ ഫദാക ജലീലും, അവൻ ഉന്നതനായി മാറി. മൗല എന്ന് പറഞ്ഞാൽ അള്ളയാണ്. ആ അള്ളാനെ കൊണ്ട് യോഗ്യത നേടി ജയിച്ചാൽ അവൻ ഉന്നതനായി. വമൻ റാമ ഇസ്സൻ മിൻ സിവാഹു ദലീലു, അള്ളയല്ലാത്തവരിൽ നിന്ന് യോഗ്യത തേടി നടന്നവൻ യോഗ്യതയിൽ എത്തിയിട്ടുള്ള അവസാനം ഇങ്ങനെ മാറിയിട്ടേ ഉള്ളൂ. അപ്പൊ അള്ള നൽകണം യോഗ്യത, അപ്പോഴേ ആ മനുഷ്യന് യോഗ്യതയുള്ളൂ. ആ യോഗ്യത അള്ളാനെ വലിയ ജീവിക്കുക എന്നുള്ളതാണ്. വലാ യഇസ്സു മൻ ആദൈത വലാ യദില്ലു മൻ വാലൈത. പടച്ചവനെ നീ ഏറ്റെടുത്തവനൊന്നും നിന്ദനായിട്ടില്ല, നിന്നോട് മത്സരിച്ചൊരാളും യോഗ്യനായിട്ടില്ല എന്നാണ് ഒനൂത്തിൽ സദാ നമ്മൾ ഓതുന്നതല്ലേ. വലോ അന്ന നഫ്സി മുദ്ബറഹ മലികുഹാ മലഉംറുഹാ ഫീ സജ്ദത്തിൽ ഖലീലു. എന്റെ നഫ്സ്, ആ നഫ്സ് അതിന്റെ ഉടമസ്ഥൻ അതിന് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം മുതൽ മലഉംറുഹ, അതിന്റെ സമയം അങ്ങനെ കഴിഞ്ഞുപോയി. അതിനെ ഗുണം ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നു, അതിന്റെ സമയം അങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സജദത്തിന് ഒരു സുജൂദിലായിട്ട് ഇബാദത്തിലായിട്ട് എന്റെ നഫ്സ് ചെയ്യുക എന്നുള്ളത് ഖലീൽ കുറവാണ്. അതിന്റെ ഉടമസ്ഥൻ അതിന്റെ ഗുണങ്ങളൊക്കെ ചെയ്തു തന്നു. സുജൂദിലായിട്ട് അതിന്റെ ആ ശരീരത്തിന്റെ ആയുസ് കഴിച്ചുവിടാതിന്റെ കുറവാണ്. എത്രയോ നിയമത്തുള്ള തരുന്നുണ്ട്, പക്ഷെ അള്ളാഹു സുജൂദിൽ ചെയ്യുന്ന ഇബാദത്തിന്റെ കാര്യത്തിൽ കുറവാണ്. أحب مناجاة الحبيب بأوجه ولكن لسان المذنبين كليل. ഹബീബിനോട് മുനാജാത്തും സംഭാഷണം നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ബി ഔജിൻ, പല വഴികളെ കൊണ്ടും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ തെറ്റ് ചെയ്യുന്ന നാക്ക് കലീലും മൂർച്ച കൊണ്ടവൾ കഴിയൂല. ഇതാണ് ഇപ്പോ പാട്ട്.
അപ്പൊ ആ പാട്ടിൽ പറഞ്ഞത് യോഗ്യത അള്ളാഹിനെ കൊണ്ട് തന്നെയുള്ളൂ, വേറെ ആരും കൊണ്ട് യോഗ്യതയില്ല. ആരായാലും ഈ യോഗ്യതയുടെ നിന്ദിനെ മാറി ഒരുപാട് അതിന്റെ ഉടമസ്ഥൻ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ വിവാദത്തിലായിട്ട് പറയുന്ന കഴിയിൽ കുറവാണ്. അപ്പൊ ഒരു ഹദീസും അതിന്റെ വെച്ചും കഴിഞ്ഞു ഇവിടെ. ഇനി അൽ ഹദീസ് സാനി, രണ്ടാം ഹദീസ്. റുവീന, നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കിട്ടി. ഫീ സ്വഹീഹി മുസ്ലിമിൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അയ്ളൻ. മുമ്പത്തെ ഹദീസും അബീ ഹുറൈറ തങ്ങൾ തൊട്ട് തന്നെയാണ്, ഇതും അങ്ങനെ തന്നെയാണ്. അത് ബുഖാരിയിലാണെങ്കിൽ ഇത് മുസ്ലിമിലാണ്. എന്താ? ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകർ പറഞ്ഞു. എന്തേ പറഞ്ഞത്? റുബ്ബ അശ്ഗസ ഗബറ മദ്ഫൂഉൻ ബിൽ അബ്വാബി ലാ യഊബുഹു ലൗ അഖ്സമ അലല്ലാഹി ലാ ബറഹു വഫീഹിം ഖുൽതു ഫീ അർജുദത്തി മുസല്ലാ. അത് ഹദീസ് പെട്ടതല്ല കേട്ടോ. റുബ്ബ അശ്ഗസ ഗബറ, പൊടി പുരണ്ട മുടിയെല്ലാം ചടക്കുത്തിയതായ എത്ര ആളുകൾ. മദ്ഫൂഉൻ ബിൽ അബ്വാബി, അവരൊക്കെ ഓരോ വാതിൽക്ക് ചെല്ലുമ്പോഴും ആട്ടി ഓടിക്കപ്പെടുകയാണ്. ജനക്ക് തിരിയില്ലല്ലോ. ലാ യഊബുഹു ലഹു, അതിനൊന്നും ഈ മനുഷ്യൻ വകവെക്കുന്നില്ല, അങ്ങനെ വകവെക്കുന്നില്ല, അയാളെ പറ്റി ശ്രദ്ധിക്കുന്നില്ല. ആര് ചെന്നാലും ആട്ടിവിടുകയാണ്. ഇങ്ങനെയുള്ള മുടി ചടക്കുത്തിയും മുടി വരണ്ടവരുമായ എത്ര ആൾക്കാര്. ലൗ അഖ്സമ അലല്ലാഹ്, അവരെങ്ങാനും അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്ത് ചോദിച്ചാൽ അബറഹു, അള്ളാഹു അത് അവന് പൂർത്തീകരിച്ച് ഗുണമായി ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. അതിനർത്ഥം ചളി പുരണ്ട് വസ്ത്രം തേച്ച് മിനിക്കാതെ വൃത്തിയാക്കാതെ മുടിയും ചടക്കുത്തി നടന്നതൊക്കെ വലിയ എന്നല്ല, അതല്ല പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിലേക്ക് അടുത്തടുത്തടുത്തടുത്ത് ഈ ലോകം വിട്ടവര്, അതായത് ജസദ് മാത്രമേ ഇവിടെ ഉള്ളൂ, സഞ്ചരിക്കണം ആത്മലോകത്തിലൂടെ. അങ്ങനെ അവരെന്തായി? അള്ളാഹുവിലേക്കുള്ള ആ ലൈവിൽ അള്ളയുമായുള്ള ചിന്തയിൽ കഴിയാണ്. അപ്പൊ ഈ ദുനിയാവിലുള്ള ഒന്നും അറിയണില്ല. അപ്പൊ വസ്ത്രം അലക്കാൻ ടൈം ഉണ്ടാവില്ലവർക്ക്, അതിനൊന്നും ടൈം ഉണ്ടാവില്ല. അതിനെന്തേക്കൂല, അതിന് ടൈമില്ലല്ലോ. അപ്പൊ ആ ചിന്തയിൽ മുഴുകത് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവർക്ക് ആർക്കും വേണ്ട. പോറാട്ടി വിടും. ഇവരെ സ്വഭാവം ഇങ്ങനെയാണ്. ഇതും ഒരു വലിയ ലക്ഷണമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. ഇങ്ങനെ അള്ളാന്റെ കൂട്ട ഔലിയാക്കളിലുണ്ട്. അങ്ങനെ ഇമാം യാഫീതങ്ങൾ പറയുന്നു, വഫീം ഖുൽതു ഫീ അർജുദത്തി മുസല്ല, ഒരു 3 വരിയാക്കി പാടുന്ന വെഴുത്തുണ്ട്, അതിലായിട്ട് കാണാം. അത് ഞാൻ ഇവരിൽ പറഞ്ഞു. എന്താണത്? ലില്ലാഹി ഖൗമുൻ ബിൽ ഹിമാകിറാമു മുസ്തയഖിദൂന വലിൽ വറാനിയാമു ഔ ലൗ മഖാമാതുൻ നദതു വഹവാലു. ലില്ലാഹി ഖൗമുൻ ബിൽ ഹിമാകിറാമു, അല്ലാഹു തആല നിയന്ത്രിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ നിയന്ത്രണത്തിൽ മാന്യന്മാരായ കുറെ ആളുകൾ അള്ളാഹു തആലക്കുണ്ട്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കണോ, അതിനപ്പുറപ്പുറം പോകൂല. അതായത് ഹറാമിലേക്ക് പോകുന്നില്ല, തെറ്റിലേക്കൊന്നും പോകാതെ അള്ളാഹ് നിയന്ത്രിച്ചു വെച്ച ഒരു അതിര് വരുമ്പോൾ അതിൽ നിൽക്കുകയാണ്. ആ വിഷയത്തിൽ മുസ്തയഖിദൂന, അവർ ഉണർവുള്ളവരാണ്. വൽ വറാനിയാമുൻ, സൃഷ്ടികളെല്ലാവരും ഉറക്കത്തിലാണ്. ഇവർ സദാസമയം ഉണർവിലാണ്. ഔലോ മഖാമാതുന്നലത്തു അഹ്വാലു, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അങ്ങനെ മേലെയായി ഉയർന്ന് അവസ്ഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അള്ളാന്റെ ഔലിയാക്കൾക്കുള്ള സവിശേഷതയാണ്. ദാറത്ത് അലൈഹിം ബിൽ ഹവാകഊസു നൂരിൽ ബറായാലിൽ ഹുദാ ശുമൂസു ലൈസു കശംസിൻ ഫിസ് സമാഇ ആഫാലു. ദാറത്ത് അലൈഹിം ബിൽ ഹവാ, അവരുടെ മേലിൽ ഇതാ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹവാ, അന്തരീക്ഷത്തിൽ കൂടെ. എന്ത്? കഈസു നൂരിൽ ബറായ, അല്ലാഹു തആലയുടെ പ്രഭയുടെ കൂശ. ഈ ഹുദാ, സന്മാർഗത്തിന്, സുമൂസുൻ, സൂര്യനാണ്. ലൈസു, അവരല്ല, കശംസിൻ ഫിസ് സമാഇ ആഫാലു, ആകാശലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അസ്തമിച്ചു വന്ന സൂര്യൻ
ആ സൂര്യനെ പോലെയല്ല ഈ സൂര്യന്മാർ. ഇവർ സൃഷ്ടിലോകത്തിന് ആകെ പ്രഭകളായി സന്മാർഗത്തിന് വേണ്ട ആളുകൾക്ക് സൂര്യന്റെ പ്രകാശം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആളുകളാണ് ഇവർ. അതങ്ങനെ ചുറ്റി റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമുക്ക് ആ പ്രഭ. خلعات مولاهم عليهم ذكروا تزهو وبين الخلق شاش عبر مع عمر الكبريت يدري جهالوا. خلعات مولاهم അവരുടെ യജമാന്റെ ഖിൽആൻ. നേതാക്കന്മാരാകുമ്പോ കോളേജിലെ കണ്ട് ഖിൽ കൊടുക്കുന്ന ഡിഗ്രി എടുക്കുമ്പോ അവർക്ക് ഉസ്താദന്മാരല്ലേ. അതുപോലെ അള്ളാഹു തആല അവർക്ക് ഖിൽഅ നൽകിയിട്ടുണ്ട്. ആ അള്ളാന്റെ അവരുടെ മൗലയുടെ ഖിൽഅകൾ അവരുടെ മേൽ ഏതുപോലത്തെ സുഹർ പുഷ്പങ്ങളെ പോലെയാണ്. തസു ആ പുഷ്പങ്ങളെ വിരിഞ്ഞ് നല്ല വെളിച്ചുണ്ടാവില്ലേ. ഉള്ളു നല്ല ഈമാനിക പ്രഭയുള്ള ആളുകളാണ് ഇവരെങ്കിലും സൃഷ്ടികൾക്കിടയിൽ ഇവര് മുടി ചടക്കുത്തി പൊടി പുരണ്ടു പോകുന്ന രൂപത്തിലെ കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഇവർ അള്ളാഹുവിന് കടുത്ത മഹാന്മാരാണ്. അള്ളാഹിന്റെ ഖിൽഅ കിട്ടിയവരാണ് ഇവർ. മാഹമറൽ കിബിരിത്തിയെതിരി ജുക്കാനും ചുമന്ന ചുമന്ന ഗന്ധകം എന്നാണ് സാധനം മുന്തിയ സാധന. ഈ ചുമന്ന ഗന്ധകത്തെ കുറിച്ച് വിവരമില്ലാത്തവർക്ക് വല്ല അറിവുണ്ടാവില്ല. അങ്ങനത്തെ ഗന്ധകമുള്ള സുഗന്ധ ഗന്ധകമുള്ള നല്ല മനസ്സുള്ള ആളുകളല്ല ഔലിയാക്കള്. അള്ളാഹുവിനോട് ഇഷ്ടം വെക്കലോടുകൂടെ അള്ളാഹു തആല അവർക്ക് നൽകുകയാണ്. ഓരോന്നും കൊടുത്തുകൊണ്ടിരിക്കും. അവരൊരു ദിവസം അള്ളാഹിനോട് സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യത്തിന് അള്ളാഹു തആല ഗുണം ചെയ്തു കൊടുക്കും. അങ്ങനെ ഇഷ്ടക്കാരായ ആളുകളെ എല്ലാവിധ അധികാരങ്ങളെ കൊണ്ടും അള്ളാഹു തആല അധികാരം നടത്തിക്കൊണ്ടുപോകും. ഇങ്ങനെയുള്ള ആളുകളാണ് അള്ളാന്റെ ഔലിയാക്കൾ എന്ന് രണ്ടാമത്തെ ഹദീസിനെ ആസ്പദപ്പെടുത്തിക്കൊണ്ട് മുസല്ലത്തായ 3 റസൂലുകൾ പാടിയവിടെ. ഇനി അൽ ഹദീസ് സാലിസു മൂന്നാമത്തെ ഹദീസ് റുവീന ബി സ്വഹീഹൈനി. ആദ്യം സഹീഹ് ബുഖാരി 1, രണ്ടാമത്തത് സഹീഹ് മുസ്ലിം 1. ഈ മൂന്നാമത്തത് രണ്ടിലുമുള്ള 2 സഹീഹ് ഉള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു. അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എന്ന മഹാനത്തോട്ടാണ്. ഖാല മഹാൻ പറയുന്നു. എന്താ മഹാൻ പറഞ്ഞത്? ജാഅ റജുലുൻ, ഒരാളിങ്ങ് വന്നു. വന്നിട്ട് വഖാല യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചിട്ട് ചോദിക്കാൻ, നബിയേ അയ്യുന്നാസി അഫ്ളു, ജനങ്ങൾ പാടി ലോകത്ത് കാണാനുണ്ട്, ഇവരിൽ ഏറ്റവും ഉന്നതൻ ശ്രേഷ്ഠൻ ആരാണ് നബിയേ എന്ന് ചോദിച്ചു. ഖാല, നിശ്ശേഷം നബി അത് പഠിപ്പിക്കാൻ വന്ന ആളിന്റെ മോമിനാരാകാനുണ്ട്. അഫ്ളലായ മോമിനാരാ? മോമിന് പാടുണ്ട്, അഫ്ളലാവണം. അഫ്ളലായ മോമിനാര് മൻ, അത് മുഅ്മിനുൻ, ഒരു മോമിനാണ്. യുജാഹിദു ബിനഫ്സി വ മാലിഹി, അള്ളാഹുവിന് നൽകിയതായിരിക്കുന്ന ശരീരം, സമ്പത്ത്, ഇത് രണ്ടുകൊണ്ടും ഫീ സബീലില്ലാഹി തആല അള്ളാന്റെ മാർഗത്തിൽ അവൻ യോദ്ധാവായി വളരും. ശരിയല്ലേ? അള്ളാന്റെ പരിശുദ്ധ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആ നിലനിൽക്കുവാൻ വേണ്ടി ശരീരം ചെലവഴിക്കും, സമ്പത്തും കൊടുക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ കൊടുത്തുകൊണ്ട് നിറവേറ്റുന്ന ഒരാളാണ്. കാല, അപ്പോൾ ഈ ആള് അതിന് മറുപടി കിട്ടിയപ്പോൾ അയാൾ ചോദിക്കുന്നു, എന്ത്? സുമ്മൻ, പിന്നെ ആരാണ് നബിയേ? ഇപ്പൊ യോദ്ധാവിനെ കുറിച്ചോ, പിന്നെ ആരാണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറഞ്ഞു കൊടുത്തു, സുമ്മ റജുലുൻ യഅ്തസിലു ഫീ ശിഅബിൻ മിന ശിആബി യഅ്ബുദു റബ്ബാ. ഇതാണ് ആള്. ഇത് കഴിഞ്ഞാ പിന്നെ ഒരാളാണ്, അയാള് മലയുടെ ചെരുവിൽ, ഏതെങ്കിലും ഒരു ചെരുവിൽ ആരാരും കാണാതെ, ആരായും ബന്ധമില്ലാതെ തന്റെ സൃഷ്ടാവായ റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മലഞ്ചെരുവിൽ. അങ്ങനെയുള്ള ഒരാളാണ് പിന്നെ അഫ്ളൽ. കാരണം ആദ്യത്തെ അഫ്ളൽ ജിഹാദ് നടത്തുന്ന ആളാണ് രണ്ടുകൊണ്ടും. രണ്ടാമത്തെ അഫ്ളൽ ഈ വലിയാണ്, ആരും കാണാതെ അള്ളാഹിനെ ഇഷ്ടത്തിനായി കണ്ട് അള്ളാഹിനെ മാത്രം കണ്ടുകൊണ്ട്
പല കാടുകളിലോ മലഞ്ചെരുവുകളിലൊക്കെ നിസ്കരിക്കുന്നവരും പാത്തിരിക്കുന്നവരുമാണ് അർത്ഥം. ഇത് മൂന്നാം ഹദീസ്. ഈ 3 ഹദീസ് കൊണ്ട് വായിച്ചാൽ അള്ളാന്റെ ഔലിയാക്ക രീതി നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കഴിച്ചില്ല, ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമല്ല. ഒബിരിവായത്തിൻ ഈ ഹദീസ് റിപ്പോർട്ടിങ്ങിനാണെങ്കിലും വേറെ റിപ്പോർട്ടിൽ കാണാം എത്തക്കില്ല ഈ അബൂദർ അബ്ബാദിനോട് എത്തക്കില്ല, അവൻ അള്ളാനെ സൂക്ഷിക്കുന്നു. എന്നിട്ട് ഷർറിഹി അയാൾ നാശമൊന്നുമില്ല, അയാളെ നാശത്തെ തൊട്ട് ജനങ്ങളെ ഒഴിവാക്കും. അപ്പൊ ജനങ്ങൾക്ക് ഒരു നാശം ആൾക്കൊണ്ടുണ്ടാവില്ല. അങ്ങനെയാണ്. അങ്ങനെ അൻഷദ് മഹാന്മാരൊക്കെ പാടിയിട്ടുണ്ട്. എന്ത് അഹസ്സുന്നാസി ബിൽ ഈമാനി അബ്ദുൻ ഖബീഹുൽ ഹാദി മസ്കനുൽ ഖഫാറു ലഹു ഫിൽ ലൈലി ഹള്ളും മിൻ സ്വലാത്തി വമിൻ സൗമിൻ ഇദാ ത്വലഅ അൻ-നഹാറു وقوت النفس يأتي في كفاف وكان له على ذاك استبار وفيه عفة وبه خمول إليه بالأصابع لا يشار وقل الباكيات عليه لما قضى نهبه وليس له يسار فذلك قد نجا من كل الشر ولم تمسه يوم البعث نار أخص الناس بالإيمان ഈമാൻ കൊണ്ട് ജനങ്ങൾ ഏറ്റവും പ്രത്യേകമായ എല്ലാവർക്കും ഈമാനുണ്ട്, അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന പ്രത്യേകം നിൽക്കുന്ന ആൾ അബ്ദുന്റെ അടിമയാണ്. ഹബീബുൻ അള്ളാനെ പേടിച്ചിരിക്കുന്ന അടിമയാണ്. അൽ ഹാദി ബുദ്ധിമാനാണ്. മസ്കനു അൽ ഖഫാർ അദ്ദേഹത്തിന്റെ താമസം ആരാരും കാണും പ്രദേശത്ത് കൂടി ജീവിച്ചു പോകുന്ന ആളാണ്. മരുഭൂമിയിൽ ആരും കാണൂല. അദ്ദേഹത്തിന്റെ പണി എന്താ? ലഹൂഫിൽ ലൈലി ഹള്ളും മിൻ സ്വലാത്തി, രാത്രിയായാൽ അയാൾ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിസ്കാരത്തിൽ ഹള്ള് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് നിസ്കരിക്കുക തന്നെയാണ്. പകലിട്ട് ഉദിച്ചു കഴിഞ്ഞാലോ വെറും നോമ്പിലും, പകൽ നോമ്പ് രാത്രി നിസ്കാരം, ഈ ഭാഗത്ത് ഇങ്ങനെയാണ്. നഫ്സിന് വേണ്ട ഭക്ഷണം അത് മതിയാവുന്ന രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ മേൽ അവൻ വല്ലാത്ത ക്ഷമയുമുണ്ട്. ക്ഷമിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. ഉള്ളത് കൊണ്ട് വിട്ടുപോകും. അദ്ദേഹത്തിനുള്ളതെന്താ? ആരോട് ചോദിക്കാൻ പോകൂല, ആരോടും അന്വേഷിക്കാനൊന്നും പോകൂല. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തെ കുറിച്ച് ആർക്കും പരിചയവുമില്ല, അറിയപ്പെടില്ല. അങ്ങനെ വരുമ്പോ എന്താവും? അയാളിലേക്ക് ആ ഒരു വിരലും ചൂണ്ടപ്പെടുകയില്ല. അയാൾ ഇന്നാളാണ്, ആർക്കും അറിയാൻ കഴിയുമല്ലോ. അങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ അറിയപ്പെടൂല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേൽ ദുഃഖിച്ച് കയറാൻ ആൾക്കാർ വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തെ പറ്റി പരിചയമല്ലോ. എന്നാ ഉന്നതനാണ് അദ്ദേഹം, അള്ളാഹിനെടുക്കരുത്. അദ്ദേഹത്തിന് സമ്പത്തുമില്ല, അതുകൊണ്ട് കരയാൻ ആരൊന്നുമില്ല, കുറവായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം എല്ലാ നാശത്തെ തൊട്ടും രക്ഷപ്പെട്ട മനുഷ്യനാണ്. നാളെ പുനർജന്മം ഉണ്ടാകുന്ന ദിനം മഹ്ശറിലെത്തുമ്പോ നരകം അയാൾ തൊടുകയും പോലില്ല. അങ്ങനെ നമുക്ക് ജനങ്ങളടിയിൽ കാണാൻ കൊള്ളാത്തവനാണെങ്കിലും പ്രൗഢിയില്ലാത്തവനാണെങ്കിലും സമ്പത്തില്ലാത്തവനാണെങ്കിലും എങ്ങനെയിക്കോട്ടെ വരുമ്പോ മോശമാണ്, പക്ഷെ അയാൾ ഉള്ളു നല്ലവനാണ്, അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. ഇത് അള്ളാഹിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെയുണ്ട്. അങ്ങനെ ഇന്ന് 3 ഹദീസ് എടുത്തു. അതിന്റെ വരികൾ വന്ന എഴുത്തും പാടി. തെറ്റുണ്ടാവും എഴുത്തിലൊക്കെ തിരുത്തി തരണം. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പിന്നെ സമയം
ഞാൻ കഴിവതും 15ലേക്ക് എത്തിക്കാൻ നോക്കിയത്, പക്ഷെ അതായില്ല, 24ലേക്ക് എത്തി. ക്ഷമിക്കുക.